ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ ടൂളെല്ലാം ഒന്നാണ്, മിഷനറി എല്ലാം സെയിമാണ്. പക്ഷേ അത് ഉപയോഗിക്കുന്നവരുടെ കയ്യിലെ പ്രശ്നങ്ങളാണ് നാം കാണുന്നത്. അത് വലതു നിരീക്ഷകനായാലും നിഷ്പക്ഷകനായ എക്സ്പേർട്ടിനായാലും മറ്റുള്ളവർക്കും ഒക്കെ തോന്നുന്നതിലേക്ക് നീങ്ങുകയാണ്. കാരണം പ്രളയത്തിൻ്റെ ഒരു രീതിയും ഇല്ല ഇപ്പോൾ, പക്ഷേ അതിൻ്റെ ഒരു ചെറിയ സമാനതകൾ കാട്ടിയപ്പോൾ തന്നെ ആടി ഉലയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും? ഇനിയുള്ള പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കും? ഇങ്ങനെ ചോദ്യമാണ് മുമ്പോട്ട് വെക്കുന്നത്. അവിടെയാണ് ഈ ഹെലികോപ്റ്റർ യാത്രയുടെ നിരുത്തരവാദിത്വവും മറ്റുമൊക്കെ. നേരത്തെ തന്നെ നമുക്കറിയാം പല ദുരന്തമുണ്ടായി. അത് മണ്ണടിച്ച് കൂട്ടിയ പ്രശ്നമാണ്, അത് കമ്പനിയുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. അത് അവിടെ നിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. ശ്രീ ജയചന്ദ്രൻ, അജിംഷാദ്, ഇത് ശ്രീ രാജേന്ദ്രൻ പന്തളവും ശ്രീ രതീഷ് ചക്രപാണിയും ഞാനും ഒക്കെ നമ്മൾ വെറുതെ അങ്ങ് വിമർശിക്കുകയോ അല്ലെങ്കിൽ കാട്ടത്തെന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. ഇത്ര ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ റീകളക്ട് ചെയ്യും. മെമ്മറീസ് റീകളക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായി എത്തിച്ചേരുന്നത് 2018 തന്നെയാണ്. അന്നൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. വലിയ പ്രളയമുണ്ടായിട്ടും അതിനെ എങ്ങനെയാണ് നേരിടുക എന്ന് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കുകയാണ്. സ്വാഭാവികമായും അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ റീകളക്ട് ചെയ്യുന്നത് അതല്ലേ ഉള്ളൂ. ആ ബെഞ്ച് മാർക്ക് നിൽക്കുകയല്ലേ. അപ്പോൾ അത് വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു ഡോക്ടർ ചക്രപാണി വളരെ ശരിയായി തന്നെ പറഞ്ഞു, ആ നിലയിലേക്കൊന്നും കാണേണ്ട കാര്യമില്ല ആ തീവ്രതയിൽ. പക്ഷേ എന്നിട്ട് പോലും അലംഭാവം, അലക്ഷ്യം, ഉത്തരവാദിത്വമില്ലായ്മ, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ജനങ്ങളിലെ പരിഭ്രാന്തരാകുന്നത്. നമ്മളവരെ പരിഭ്രാന്തരാക്കുന്നില്ല, നിങ്ങൾ പരിഭ്രാന്തരാകരുതെന്ന് ആവർത്തിച്ച് ഈ ചർച്ചയിലൂടെയും പറയുകയാണ്. പക്ഷേ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്ക്, അതനുസരിച്ചുള്ള ഈ റിലീഫ് മെഷേഴ്സ് അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നിലവിൽ ഭരണത്തിൽ ഇരിക്കുന്നവരാണ് ചെയ്യേണ്ടത്. അജിംഷാദെ, അതിന് ഇപ്പോൾ ഈ വി ടി ബൽറാമിൻ്റെ ഒരു പോസ്റ്റ് വന്നല്ലോ. ഇദ്ദേഹത്തിൻ്റെ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു പോയ ഈ ഹെലികോപ്റ്റർ യാത്രയുടെ വിമർശനം വന്നപ്പോൾ ബൽറാം പറയുകയാണ്, നിങ്ങളതിനെ എന്നെ ട്രോളേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം ആ വിമർശനം അഴിച്ചു വിടൂ, ഉന്നയിക്കൂ, എന്നിട്ട് ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആക്കൂ. എത്ര വിചിത്രമായ വാദഗതിയാണെന്ന് നോക്കൂ. ഇങ്ങനെയൊക്കെയാണോ നേതാക്കൾ പറയേണ്ടത്? അങ്ങനെയാണോ? അദ്ദേഹം MLA അല്ലേ, MLA അല്ലേ? അദ്ദേഹം അങ്ങനെയാണ് പറയേണ്ടത്. പ്രതിപക്ഷം ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആക്കിക്കോളാൻ, അല്ലാതെ ഗവൺമെൻറ് അല്ല ഉണ്ടാവും. അല്ല, ഗവൺമെൻറ്റിന് അക്കൗണ്ടബിലിറ്റി വേണം എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? അവർ തന്നെയാണ്. അപ്പോൾ അവിടെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച ബെഞ്ച് മാർക്ക് സ്വാഭാവികമായും ആരും ഓർമ്മിച്ചു പോകും. ആ ഓർമ്മിക്കലാണ് ഇവിടെ നടത്തിയത്. അത് തന്നെയാണ് ഡോക്ടർ ചക്രപാണിയും ഇവിടെ അദ്ദേഹം ശരിയായി പറഞ്ഞത് തന്നെയല്ലേ. ഇവിടെ ഈ കൂട്ടായ്മയോ മുന്നണിയോ അല്ലെങ്കിൽ പാർട്ടിയോ അതിൻ്റെ നേതൃത്വത്തോ ഒന്നും വഴങ്ങാത്ത വിധം ഒറ്റയാൾ പോരാട്ടം എന്ന നിലയിൽ അങ്ങ് പോവുകയാണ്. അതെന്നാൽ മികവിൻ്റേതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അബദ്ധത്തിൻ്റെയും നിരുത്തരവാദിത്വത്തിൻ്റെയും ഒക്കെ രീതിയിൽ. അപ്പോൾ ആ CM-നെ നിങ്ങളെങ്കിലും ഒന്ന് പിടിച്ചു കെട്ടു എന്നായിരിക്കാം വി ടി ബൽറാം ഉദ്ദേശിച്ചത്. അതെ, പ്രതിപക്ഷത്തിന് ആ ജോലി പ്രതിപക്ഷം നിർവഹിച്ചോളൂ എന്ന് പറയുകയാണ്. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഒരു കെടുതിയുടെ മുമ്പ് നിൽക്കുമ്പോൾ, മഹാകെടുതിയൊന്നും ആയിട്ടില്ല, പക്ഷേ ജനങ്ങൾക്ക് പരിഭ്രാന്തിയുണ്ട്. ഇത് നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ മാറുമായിരിക്കും എന്ന് ഡോക്ടർ ചക്രപാണി പറഞ്ഞത് അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു ഈ പ്രസ്താവന തന്നെ, അല്ലെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണത്. അതങ്ങനെ തന്നെ ആവുകയും ചെയ്യട്ടെ. പക്ഷെ നിലവിൽ ഇത് ഓരോ ജില്ലകളിലും ഇത് ഇപ്പോൾ ആലപ്പുഴയ്ക്ക്, ഇന്ന് ഞാൻ ആലപ്പുഴയാണല്ലോ ഇരിക്കുന്നത്, ആലപ്പുഴയിൽ കളക്ടർ എന്ന് പറയുമായിരുന്നു, ഇവിടെ ഏതാണ്ടൊരു 50 മില്ലിമീറ്ററൊക്കെ അടുത്തേ വന്നിട്ടുള്ളൂ. പക്ഷെ നാളെ അങ്ങനെയല്ല. കിഴക്കൻ വെള്ളം പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്തു നിന്നും ഈവൻ ഇടുക്കിയിൽ നിന്ന് വരെയുള്ള വെള്ളം കുട്ടനാട്ടിൽ കൂടാണ് ഒഴി കടലിലേക്ക് പോകേണ്ടത്. അപ്പോൾ നാളെ വലിയ വെള്ളപ്പൊക്കമാണ് കുട്ടനാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ ജില്ലകളിലും ഇതുപോലെ സമാനമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പോലുള്ള ഒരാൾ ഇങ്ങനെ മുഖം തിരിഞ്ഞ് അതൊക്കെ എൻ്റെ ഓഫീസിൽ നിന്ന് തരും എന്ന് അലക്ഷ്യമായി പറഞ്ഞു പോകുന്നതിനോട് മാനസികമായി യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത്.